എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ വന്നു പോയിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. ചിലരൊക്കെ എൻ്റെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. അവരോടൊപ്പമുള്ള സമയങ്ങളൊക്കെ സുന്ദരമായിരുന്നു. പക്ഷെ വഴിയിൽ വെച്ച് ചിലരെയൊക്കെ നഷ്ടപ്പെട്ടു. എൻ്റെ കുറ്റം കൊണ്ടാവാം, അവരുടെ തെറ്റുകൾ കൊണ്ടാവാം നഷ്ടപ്പെട്ടു. നമ്മുടെ സ്നേഹം അങ്ങനെയാണല്ലോ, കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും. ഈശോ തൻ്റെ ശിഷ്യന്മാരെ സ്നേഹിച്ചതിനെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ അവരെ അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹം നാച്ചുറലി തോന്നാത്തപ്പോഴും സ്നേഹിക്കാനാവുക, തനിച്ചാക്കി പോകുന്നവരെയും സ്നേഹിക്കാനാവുക, വാട്ട് എവർ ഹാപ്പൻസ് ബിറ്റ്വീൻ അസ് സ്നേഹിക്കാനാവുക. അതാണ് ഈശോയുടെ സ്നേഹം. അതുകൊണ്ടാണ് അത്താഴവേളയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി കച്ച ചുറ്റി താലത്തിൽ വെള്ളമെടുത്ത് അവരുടെ പാദങ്ങൾ കഴുകി തുടച്ച് ചുംബിക്കുന്നത്. അഴുക്കു പിടിച്ച പാദങ്ങളാണ് അവൻ ആദ്യം കഴുകുക. ഈശോ എന്നെ സ്നേഹിക്കുമ്പോൾ ആദ്യം സ്വീകരിക്കുന്നത് എൻ്റെ അഴുക്കുകളാണ്. ആദ്യം തൊടുന്നത് എൻ്റെ ദൗർബല്യങ്ങളെയാണ്. എൻ്റെ ബലഹീനതകളിലൂടെയാണ് ഈശോ എന്നെ സ്നേഹിച്ചു തുടങ്ങുക. എൻ്റെ ദൗർബല്യങ്ങളിലൂടെ ഈശോയ്ക്ക് എന്നെ സ്നേഹിക്കാൻ അനുവാദം കൊടുത്താൽ ഞാനും ഈശോയെ പോലെ ആവും. എനിക്കും ആളുകളെക്കുറിച്ച് പറയാൻ പറ്റും, ഞാൻ അവനെ അവസാനം വരെ സ്നേഹിച്ചു. ഇടയ്ക്ക് അവൻ യൂദാസായി മാറിയായിരുന്നു. അത് സാരമില്ല, അവൻ്റെ പാദങ്ങളും കഴുകാൻ ഞാൻ തയ്യാറാണ്. കാരണം ഞാൻ അവനെ സ്നേഹിക്കുന്നത് ഈശോയെ പോലെയാണ്, അവസാനം വരെ.